ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചേക്കാണ്. ഇനി അതിനകത്തേക്ക് കുറേ കടുകും നമ്മുടെ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നുള്ള സാധനങ്ങൾ വഴറ്റുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്കതിനകത്ത് ചേർക്കാം. സവോളയും ഒരു 2 സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചേക്കാണ്. ഇത് നമുക്കിനി അടുപ്പത്തിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിനിച്ചിരി സമയം എടുക്കും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ കഴുകി വാരി വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ കഴുകി വാരി വൃത്തിയാക്കി വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊരു കടുക് പൊട്ടി വീണതാണ് കേട്ടോ. അതിനകത്ത് കറുത്ത കളറിലിരിക്കുന്നത്. നമുക്കിനി അത് വഴറ്റി വെച്ചിരിക്കുന്ന സവോളയ്ക്കകത്തോട്ട് ഇടാം. ഈ പാത്രം കാണാൻ എന്ത് രസമല്ലേ. ഇതിനിടയിൽ നല്ല നാരങ്ങയുണ്ട്. സവോള ഏകദേശം വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ലേശം കൂടി ഗോൾഡൻ കളർ വരെ ആകുന്നത് വരെയാണ് നമ്മുടെ സവോള വഴണ്ട് വരേണ്ടത്. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ചിക്കൻ കറിയൊക്കെ വെക്കാൻ അറിയാമെന്ന്. എന്നാലും ഇതിന് വീണ്ടും ഞാൻ തുടങ്ങിയൊരു പുതിയ സംരംഭമാണ്. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ് എലിമിനേറ്റ് ആയിപ്പോയി. ഇപ്പോൾ അങ്ങനെ സംഭവമേ ഇല്ല. അപ്പോൾ ഞാൻ വീണ്ടും മുന്നോട്ട് തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തേനകത്ത് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബറൊക്കെ ആയി വന്നതായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചാനലിൽ കയറാൻ പറ്റുന്നില്ല. ചാനൽ പോയ വഴി പുല്ല് പോലും മുളച്ചിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇതിനകത്ത് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. അത് നോക്കിക്കോളൂ. അപ്പം ഞാൻ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. പെട്ടെന്നറിയാൻ വേണ്ടി ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും ഇച്ചിരി ചിക്കൻ പൗഡർ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇഷ്ടമുള്ളവർ മാത്രം ചിക്കൻ പൗഡർ ചേർത്താൽ മതി കേട്ടോ. ബാക്കി അല്ലാത്തവർക്കെല്ലാം ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ മാത്രം ചേർത്ത് നല്ല രുചിയുള്ള ചിക്കൻ കറി വെക്കാൻ ഞാൻ പക്ഷേ ഇച്ചിരി ചിക്കൻ പൗഡറൂടെ ചേർത്തതേ ഉള്ളൂ. അപ്പം ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിക്കണം. ഞാൻ മൂപ്പിച്ചിട്ടാണ് ആ പച്ചച്ചൊവയൊന്ന് മാറാൻ വേണ്ടി, മല്ലിപ്പൊടി, മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചൊവ മാറാൻ വേണ്ടി ഞാനിത് മൂപ്പിച്ചിട്ടാണ് എപ്പോഴും ചേർക്കാറ്. ഇത് ഈ സവോളയ്ക്കകത്തൊക്കെ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ അതിനകത്തിട്ട് പുരട്ടിയെടുക്കാം. കാണുന്നവർക്ക് തോന്നും ഇതിനകത്ത് തന്നെ ഉപ്പിടുന്നില്ലേന്ന്. ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസുകൾ ഞാൻ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കട്ടെ. നോക്കിക്ക് എല്ലാം നന്നായിട്ട് മസാലകളൊക്കെ നമ്മുടെ ചിക്കനെ പിടിച്ചിട്ട് നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മസാലക്കൊട്ടകളുടെ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നോക്കിക്കോ, നമ്മുടെ ചിക്കൻ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അത് പയ്യെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്, നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സ്വാദേറിയ ചിക്കൻ കറി കൂട്ടി നമുക്കിന്നൊരു ചോറ് ഉണ്ണാം.